വാട്സ്ആപ്പ് യൂട്യൂബ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. ഗൈസ്, ഭയങ്കര ആവേശത്തിലാണ്. ഒരു ആവേശ് കുമാറായിട്ട് ഞാനിപ്പോൾ മാറിയിട്ടുണ്ട്. വേറൊന്നല്ല, നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ആവേശത്തിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. സോ അത് നമ്മൾ റിയാക്ട് ചെയ്യാനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. സോ ആവേശം നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ആ ലുക്കും, ഫഫയുടെ ഒരു പ്രത്യേക ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമ്മളെ കുറച്ച് ആവേശം കൊള്ളിച്ചൊരു സംഭവമാണ്. സോ ഒബ്വിയസ്ലി ഫഫ എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടിയാവുന്ന സമയത്ത് അതിന്റെ ഹൈപ്പും എക്സ്പെക്ടേഷനും വളരെ കൂടുതലാണ്. സോ അതിന്റെ ടീസറാണ് ഇറങ്ങിയിട്ടുള്ളത്. സോ ആൻഡ് സുഷിൻ ശ്യാമാണ് എന്റെ മ്യൂസിക്കും കൂടി ഉള്ളത്. സോ ഒരു സംഭവമായിരിക്കും, നോക്കാം നമുക്ക്. ഞാൻ കണ്ടിട്ടില്ല. സോ നമുക്ക് ഒരുമിച്ച് അതിന്റെ ടീസർ ഒന്ന് പോയിട്ട് കാണാം. ദെൻ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദ ടീസർ. ഗൈസ്, എപ്പോഴും ഹെഡ്ഫോൺ യൂസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ ടീസർ റൈറ്റ് അവേ ഹിയർ. യെസ് ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. എന്നിട്ട് അണ്ണൻ ചാടി എണീറ്റ അവരുടെ തോളത്തെ കൂടെ കൊന്ന്. എന്നിട്ട് അമ്പേട്ടനാ गंगा भैया ऐसे दौड़ के आया, ಗುಲಾಟೆ ಮಾರ ರಂಗಣ್ಣ ದೊಡ್ಡೋಡಿ ಅಡ್ಡಾಗೆ ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು. ಲಾಂಗ್ ಎತ್ತಿದ ತಕ್ಷಣ ಕಚಕ್ ಅಂತ ಕತ್ತರಿಸ್ತಾರೆ. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ട ആൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. എടാ മോനെ, ഇവനുണ്ടോ? ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. ഓ മാൻ, പ്രൊഡ്യൂസ് ബൈ നസ്രിയ നസീം, അൻവർ റഫീഖ്. ആവേശം 11th April 2024. ഗൈസ്, ഫഫയുടെ വൻ ഒരു വൻ തിരിച്ചുവരവൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് ലാസ്റ്റ് ഇറങ്ങിയ ഒരു പടമൊക്കെ നമ്മൾ അങ്ങനെ അത്ര ഹൈപ്പിലേക്ക് എത്തിയിട്ടില്ലാവുന്നല്ലേ, രണ്ട് പടം. പക്ഷെ ഇത് നമ്മളെ ശരിക്കും ഫഫയുടെ ഒരു ഗംഭീര ഒരു സ്ക്രീൻ പ്രസൻസ്, അല്ലെങ്കിൽ ഗംഭീര ആക്ടിങ്ങിൽ, അല്ലെങ്കിൽ ആ ഒരു നമ്മളെ ആവേശം കൊള്ളിക്കുന്ന ഒരു സംഭവം ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. ബിക്കോസ് ഒന്നാമത് ആ ലുക്ക്, ആ വൈറ്റ് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂമും ഇങ്ങനെയുള്ള ഒരു കൃതാവും മീശയും സെറ്റപ്പും ഗോൾഡ് ചെയിനും പക്ക ഒരു ബാംഗ്ലൂരിലെ ലോക്കൽ റെഡ്ഡി അല്ലെങ്കിൽ ഷെട്ടിന്റെ എല്ലാം ഒരു ലുക്ക് ഉണ്ട്. ആൻഡ് ആ ഒരു ബാംഗ്ലൂർ ആണ് തോന്നുന്നത്, കന്നഡയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഇയാളും ഉണ്ട് അതില്, ഏത് നമ്മളെ തൃശ്ശൂരായിട്ടൊക്കെ പ്രശ്നം ഉണ്ടായ മൂപ്പരെ മൻസൂർ അലിഖാനും ഇടയ്ക്കൊരു സീന് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മൂപ്പരും വൈറ്റാൻ പറ്റില്ല എന്നുള്ളത്. ഇനി മൂപ്പരെ ഫഹദ് ഫാസിന്റെ ഗോഡ് ഫാദർ ആണോ, വില്ലനാണോ, അല്ലെങ്കിൽ വേറെ ടീമാണോ ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഫഹദ് ഫാസിലും മൂപ്പര് എതിരെ വന്നാല്, അല്ലെങ്കിൽ ഇപ്പൊ സൈഡ് വന്നാലും അത് കിടക്കും കേട്ടോ. ആ മൂപ്പരുടെ പ്രത്യേകത ഒരു സാഗ് ഉണ്ടല്ലോ. പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിട്, അതൊക്കെ നമ്മളൊന്നും ടോക്ക് ചെയ്യുന്നില്ല. പക്ഷെ ആ സ്ക്രീൻ പ്രസൻസ്, മൂപ്പരെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭാഗത്ത് ഫഹദ് ഫാസിലും ഒരു ഭാഗത്ത് മൻസൂർ അലിഖാനും ആണെങ്കിൽ, അതിന് വില്ലനാണെങ്കിലും ആരാണെങ്കിലും സ്ക്രീനിൽ പൊളിക്കും. സംഭവം ഏകദേശം കിടക്കിയിട്ടുണ്ട്, സാധനം കിടക്കും. പിന്നെ ബാംഗ്ലൂർ തന്നെയാണ് ലോക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ് കാര്യങ്ങള്, അങ്ങനത്തെ കാര്യങ്ങൾ. കോമഡിയും കുറച്ചൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ സുഷിൻ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ആ ലാസ്റ്റ് ടൈമിലേക്ക് വരുന്ന ആ മ്യൂസിക് ഉണ്ടല്ലോ, അത് എവിടെയോ കേട്ടുപരിച്ചുള്ളൊരു മ്യൂസിക്. പക്ഷെ ആണെങ്കിൽ ദാറ്റ്സ് നമുക്കൊരു ആവേശം കൊള്ളിക്കുന്നുണ്ട് സംഭവം. സോ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിലർ. ഒരു ട്രെയിലറും കൂടി വരട്ടെ, എന്നിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് പറയാനുണ്ട്. സോ ഇതെന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇതൊരു സംഭവമായിട്ട് മാറും. ഇപ്പൊ തന്നെ ഇത് ടീസർ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഇതിന്റെ ഇമ്പാക്ട് എന്നുള്ളത്. സോ വെയിറ്റിംഗ് ഫോർ ഫഫ അഗെയിൻ. So thank you so much guys for watching me again and signing off.